വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വിഷുവിൻ്റെ അന്നത്തെയും അതുപോലെ തന്നെ അതിൻ്റെ പിറ്റേ ദിവസത്തെയും വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു 4 മണിയായിട്ടുണ്ടാവും പ്രസാദിൻ്റെ തറവാട്ടിലേക്ക് നമ്മൾ കണി കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ യാമിയൊക്കെ തന്നെ നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് കുറച്ച് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ടാണ് കണി കാണാറ്. അപ്പോൾ വീട്ടിൽ ഞങ്ങൾ കണിയൊന്നും വയ്ക്കാറില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നേരെ താഴേക്ക് ഇറങ്ങി പോവുക. അവിടെയാണ് വീടൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ എല്ലാവരും എണീറ്റിട്ടുണ്ട്. അപ്പോൾ കണിയൊക്കെ വെക്കാനും അതുപോലെ പിന്നെ നെയ്യപ്പം ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അമ്മയും ഏട്ടനും ചേച്ചിയൊക്കെ ഇന്നലെ രാത്രി തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഞാനും ഹസ്ബൻഡും മാത്രമാണ് രാവിലെ ചെല്ലുന്നത്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് കണിയൊക്കെ കണ്ടു, പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പടക്കമൊക്കെ പൊട്ടിച്ചു. ഞങ്ങളെ വീട്ടിൽ നിന്ന് കൊടുന്ന പടക്കവും പിന്നെ അവിടെ ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് പൊട്ടിക്കുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ അടുക്കളയ്ക്ക് ചെന്നപ്പോൾ അവിടെ ഉണ്ണിയപ്പം നെയ്യപ്പം ഒക്കെ ഉണ്ടാക്കുന്ന തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ കണി കണ്ടതിന് ശേഷം ഞങ്ങൾക്ക് കട്ടൻ ചായയും അതുപോലെ ഉണ്ണിയപ്പമാണ് തരാറ്. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊക്കെ സഹായിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ചെന്നത്. അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഇനി ബാക്കി ഞാൻ ചുട്ടോളാം, നിങ്ങൾ പോയിട്ട് കണി കണ്ടോളൂ എന്ന്. അപ്പോൾ ഞാൻ കണി കണ്ട് വന്നതാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് നിങ്ങൾ പോയി കണ്ടോളി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബാക്കി നെയ്യപ്പൊക്കെ ചുട്ടെടുക്കുകയാണ്. എനിക്കങ്ങനെ ഉണ്ടാക്കാനൊന്നും അറിയില്ല. കാരണം ഞാൻ എത്ര ഉണ്ടാക്കിയാലും അത് കറക്റ്റായിട്ട് ശരിയാവില്ല. ആരെങ്കിലുമൊക്കെ കലക്കി തരികയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കും, അല്ലാതെ എനിക്കങ്ങനെ കലക്കി ഉണ്ടാക്കാനൊന്നും അറിയില്ല. അപ്പം ഞാനിങ്ങനെ ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ പ്രസാദ് വന്നിട്ട് ചോദിക്കുകയാണ്, നെയ്യപ്പം മാത്രമാണോ ഉണ്ണിയപ്പം ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടാണ് കേട്ടോ തറവാട്ടിലേക്ക് പോവുക. അങ്ങനെ ഒരു 6 മണിയായപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ വേഗം പുട്ടുണ്ടാക്കി, പിന്നെ പഴവും പപ്പടമൊക്കെ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ യാമിക്കുട്ടിയുടെ പുതിയ ഡ്രസ്സാണ് കേട്ടോ. അവൾ രാവിലെ ഡ്രസ്സൊക്കെ മാറ്റി ഇങ്ങനെ സ്റ്റൈലാക്കിയും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് യാമീൻ്റെ അമ്മമ്മ വാങ്ങിക്കൊടുത്ത ഡ്രസ്സാണ്. ഞങ്ങൾ വീട്ടിൽ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ യാമീൻ്റെ പപ്പ യാമിക്ക് കൈനീട്ടം കൊടുക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടേക്ക് തന്നെ പോവുകയാണ്. കാരണം എന്താ വെച്ചാൽ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണ് ചെയ്യാറ്. എല്ലാ കൊല്ലവും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ താഴെയാണോ അതോ മേലെയാണോ ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് അറിയുന്നില്ല. അപ്പം ഞാനിങ്ങനെ ആകെ കൺഫ്യൂഷനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കുട്ടിയച്ചൻ പറഞ്ഞു ഇവിടെയാണ് ഉണ്ടാക്കുന്നത്, ഇങ്ങോട്ട് പോരേന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഭയങ്കര തിരക്കിലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഭയങ്കര പുകയാണ് കേട്ടോ അവിടെ. കാരണം ഞങ്ങൾ കൂടുതലും അടുപ്പിലാണ് കുക്ക് ചെയ്തത്. അവിടെ ഭയങ്കര പുകയാണ്. അടുപ്പ് കത്താൻ കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഭയങ്കര പുകയായിട്ട് കണ്ണൊക്കെ ആകെ നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി അത് എല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ മോര് കറി, അച്ചാർ, പപ്പടം, ഉപ്പേരി, പൈനാപ്പിൾ പച്ചടി, ചിക്കൻ, അവിയൽ, ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വിഷു ആയാലും ഓണായാലും ഞങ്ങൾ നോൺ വെജ് വാങ്ങിയിട്ടുണ്ടാക്കും.
എല്ലായിടത്തും ഇങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. പക്ഷെ ഞങ്ങൾ എല്ലാ കൊല്ലവും വാങ്ങിക്കാറുണ്ട്. വിഭവങ്ങളൊക്കെ എല്ലതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അടപ്പായസമായിരുന്നു കേട്ടോ. ഇനി ഞാൻ എൻ്റെ വീട്ടിൽ പോവാണ്. അപ്പം ഞാൻ പോകുന്ന വഴിയിൽ എനിക്ക് വീട്ടിലിടാനുള്ള കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തിരുപ്പൂർ ബസാർ എന്ന് പറഞ്ഞിട്ടുള്ള കടയിൽ കയറി. ഇത് നമ്മുടെ രണ്ടത്താണി ചെനക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളതാണ് കേട്ടോ ഈ കട. നമുക്ക് വളരെ ചീപ്പായിട്ടുള്ള റേറ്റിന് നമുക്ക് ഡ്രസ്സുകൾ കിട്ടും. അപ്പോൾ നമുക്ക് വീട്ടിലിടുന്ന തരത്തിലുള്ള എല്ലാ ഡ്രസ്സുകളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഹസ്ബൻഡിനൊരു പാൻറ് എടുത്തു, പിന്നെ യാമിക്കൊരു ഡ്രസ്സ് എടുത്തു വീട്ടിലിടാനുള്ളത്. ഇവിടെ ഒരുപാട് കളക്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. പിന്നെ ഞങ്ങൾ യാമിക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പുത്തനത്താണി മന്ന ബേക്കറിയിൽ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അവൾക്കൊരു ഓറഞ്ച് ജ്യൂസും കട്ട്ലേറ്റും വാങ്ങിക്കൊടുത്തു. ഞങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ അത് ഫുള്ളായിട്ട് കഴിക്കൂല. അപ്പോൾ ബാക്കി ഞങ്ങൾക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല. ജ്യൂസ് കുടിച്ച് കഴിഞ്ഞപ്പോൾ യാമിയുടെ സ്വഭാവം പെട്ടെന്ന് മാറി. അവിടെ കേക്ക് കണ്ടപ്പോൾ അവൾക്കത് വേണം, വാശി പിടിക്കുകയാണ്. അപ്പോൾ അവളെ പപ്പ അവളെ ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കി വേഗം പോകാനുള്ളൊരു തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ്. അവിടുന്ന് പിന്നെ ഞങ്ങൾ വേഗം പോന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ മൂത്ത ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന പടക്കവും അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന പടക്കമൊക്കെ എടുത്തിട്ട് ഞങ്ങൾ കത്തിക്കാൻ തുടങ്ങി. അപ്പോൾ പ്രസാദിന് ഭയങ്കര ഇഷ്ടമാണ് പടക്കമൊക്കെ പൊട്ടിക്കാനൊക്കെ. അപ്പോൾ പ്രസാദും കുട്ടികളും കൂടിയാണ് കേട്ടോ പടക്കമൊക്കെ പൊട്ടിക്കുന്നത്. യാമിക്കുട്ടിക്ക് ഭയങ്കര പേടിയാണ് പടക്കം പൊട്ടിക്കുന്നതും പൂത്തിരി കത്തിക്കുന്നതൊക്കെ ഭയങ്കര പേടിയുള്ളതാണ്. അപ്പോൾ അവൾ പപ്പൻ്റെ ഒക്കത്ത് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളത്. അപ്പോൾ ഇനി ബാക്കിയുള്ള വീഡിയോ ഒക്കെ വിഷുവിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ജലദോഷമാണ്, അതുകൊണ്ടാണ് ശരിക്കും പറയാൻ കഴിയാത്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് വിഷുവിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ചെറിയ പരിപാടിയൊക്കെ വെച്ചിട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിനുള്ള ഫുഡൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഉള്ളിയൊക്കെ വാട്ടി അതിലേക്ക് മസാലകളൊക്കെ ചേർത്തിട്ട് ഞങ്ങളത് തിളക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ ഞാനൊരു ഡാൻസിന് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വെറുതെ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ്. ഞാനൊരു ഡാൻസിന് മാത്രമേ ഉള്ളൂ, തിരുവാതിരയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് വേണ്ട വെച്ചു. അപ്പോൾ എല്ലാവരും ഒന്ന് ഒരുങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് പേരെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ കിട്ടിയ ആൾക്കാരൊക്കെ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യണം.